എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റൈലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Swords, Five of Cups, Fool cards, Nine of Cups, Ace of Wands, Hierophant energy. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഫോർ ഓഫ് സോഡ്സ് ആൻഡ് ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. നിങ്ങളിപ്പം വർക്കഹോളിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ജോലി വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ജോലിയോടൊപ്പം തന്നെ ആവശ്യത്തിന് റെസ്റ്റ് കൂടി എടുക്കുക. ഇറ്റ്സ് ടൈം ടു ഹാവ് സം റെസ്റ്റ്. റിലാക്സേഷനും റെസ്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളൊരു ഇൻറ്റൻഷണൽ ഹീലിംഗ് അല്ലെങ്കിൽ കെയർ എടുക്കുക, സെൽഫ് കെയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് മൈൻഡ് ബോഡി സോൾ, ശരീരത്തിന് മൊത്തത്തിലൊരു റീജനറേഷൻ എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു സമയമാണ്. ഒരു സ്പാ, ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. ഫസ്റ്റ് റെസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ മാസം എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ജോലിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പക്ഷെ അതോടൊപ്പം തന്നെ സ്വന്തം ശരീരത്തിന് ശ്രദ്ധിക്കുക. കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ മസാജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുക. റെസ്റ്റ് തീർച്ചയായിട്ടും എടുക്കാം. ഒന്ന് റിലാക്സ് ആവുക, ഒന്ന് സ്ലോ ആയിട്ട് പോകേണ്ടുന്ന സമയമാണ്. വലിയ കാര്യങ്ങളൊന്നും തലയിലെടുത്ത് വെക്കേണ്ടുന്ന ഒരു സമയമല്ല. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ജീവിതം ആസ്വദിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു മാസം എന്ന് പറയാവുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. അതിനുള്ള അവസരവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യവും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയം, അതായത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഒരു അറിവ്, പുതിയ ഐഡിയാസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത്. പുതിയ ഇൻഫർമേഷൻസ് ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ട് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പുതുമയാണ്, പുതിയതായിട്ട് പലതും കാണാനും കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. പുതിയ പ്രോജക്ട്സ്, പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട്. ചില ആളുകൾ ഒരു സക്സസ്ഫുൾ കംപ്ലീഷനാണ്, അതായത് നമ്മൾ പറയില്ലേ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമാണ് മാനിഫെസ്റ്റേഷൻ. പക്ഷേ ഇതൊരു കംപ്ലീഷൻ ഫേസ് ആണ്. അത് തീർന്നു ഇനി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുകയാണ്, റെസ്റ്റ്, ഇനി കുറച്ച് റെസ്റ്റ്, അത് കഴിഞ്ഞ് സ്ലോലി പതുക്കെ ലൈഫിൽ മുന്നോട്ടേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാന്നുള്ളത്. 5 of Cups ആൻഡ് 9 of Cups എനർജിയാണ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾ 5 of Cups നിന്ന് 9 of Cupsലേക്ക് എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ, അതായത് പൊതുവേ നിങ്ങൾ ഇച്ചിരി അതായത് കൊച്ചു കാര്യങ്ങൾക്ക് സങ്കടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. സങ്കടങ്ങളും നിരാശകളും അല്ലെങ്കിൽ ചതിക്കുഴികളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുക. നിങ്ങൾ ഇതുവരെ ഒരു സെൽഫ് പിറ്റിയിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ, അതായത് നിങ്ങൾ സ്വയം സഹതപിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഒരു ജീവിതമാണ് ഇതുവരെ നിങ്ങൾ ഉള്ളത് എങ്കിൽ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഗിൽറ്റ് ഉണ്ട്, പശ്ചാത്താപം, കുറ്റബോധം, ഒരു പക്ഷെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമായിരിക്കാം. പലരുടെയും ജീവിതത്തിൽ അവർ വളർന്നു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, ചിലപ്പോൾ ചില പാരൻസ് കുട്ടികളുടെ അടുത്ത് പറയുന്നു നിങ്ങൾ കാരണമാണ് ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത്, കടം മേടിച്ച് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു, അത് സ്ഥിരമായിട്ട് നിങ്ങളുടെ ലൈഫിലുള്ളതാണ്. പതുക്കെ അത് നിങ്ങളിൽ നിന്ന് മാറുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ആവശ്യത്തിൽ കഴിഞ്ഞ് നിങ്ങളുടെ എനർജി നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിൽ കളയുന്നുണ്ട്. ഇതുപോലെ ചിന്തകളിൽ സ്വയം സഹതപിച്ച്, സ്വയം ഒന്നുമല്ല എന്ന് ചിന്തിച്ച്, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലായ്മ, ഇതൊക്കെ മാറി നിങ്ങളൊരു പുതിയൊരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമായിരുന്നു, ഇത് അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ഇത് നടന്നതാണ്, ഇനി ലൈഫിൽ അങ്ങനെയല്ല എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങളുടെ എന്താ പറയുക, റീക്ലെയിം യുവർ ഹാപ്പിനെസ്, നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾ തിരിച്ചെടുക്കുകയാണ്. അത് ജീവിതത്തിൽ മുന്നോട്ടേക്ക് നിങ്ങളെ നല്ല രീതിയിൽ, അതായത് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ്. 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻ. അതായത് നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ഒരു സംതൃപ്തരാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. കാരണം വിഷ് കം ട്രൂ ആണ്, മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ എപ്പോഴോ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമെന്ന് പറയാം. വാട്ട് എവർ യു ഹാവ് ബീൻ വിഷിങ് ഫോർ, ലൈഫിൽ ഫുൾഫിൽമെൻറ്റിൻ്റെ സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന സമയമാണ്. വളരെയധികം കണ്ടൻറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഒരു സംതൃപ്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മാസം പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് നന്ദി പറയുക. ഈ ഒരു ലൈഫിലേക്ക് വരുന്ന മാനിഫെസ്റ്റേഷന് ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഗിഫ്റ്റ്സ് ദാറ്റ് ആർ കമ്മിങ് മൈ വേ എന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നന്ദി പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിലേക്ക് വരുന്ന ഈ സന്തോഷം, നിങ്ങളിലേക്ക് എത്തുന്ന സന്തോഷത്തിന് വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ നന്ദി പറയാം. 5 of Cups and Hierophant എനർജിയാണ്. അഗെയിൻ 5 എനർജി കണക്ഷൻസ്. നമ്പർ 5യുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവായിട്ട്, നമ്മളതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കുമ്പോൾ നമുക്കത് നെഗറ്റീവ് സൈഡാണ് കാണുന്നത്. നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് തിരിഞ്ഞാൽ വളരെ പോസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ ആ സന്തോഷം കണ്ടെത്തിയിട്ടില്ല. ഇതൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴാണ്, നിങ്ങൾ ദൂരെ മാറി നിന്ന് സ്വന്തം ജീവിതം വീക്ഷിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ചു, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പാട്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ പുതിയൊരു സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്. ചില ആളുകൾ ട്രഡീഷണലായിട്ട് കുറച്ചും കൂടി ട്രഡീഷണൽ ആവുന്നു. നിങ്ങൾ ഭക്തി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ പള്ളികളിലോ ഒക്കെ സന്ദർശിക്കുക. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട്, നിങ്ങൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കോഴ്സായിരിക്കാം. അത് ഒരു പക്ഷേ എന്തെങ്കിലും പ്രത്യേക ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതുമാവാം. അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ്, യോഗയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് സംബന്ധിക്കുന്ന കോഴ്സ് എടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യവും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൽഫ് പിറ്റിയിൽ നിന്നൊരു പോസിറ്റിവിറ്റി, ഈ ഒരു ലോകത്തിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷവാനാണ്, എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്, അനുഗ്രഹീതരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്യണം സ്വയം. ഇതൊക്കെ എൻ്റെ ലൈഫിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഫൂൾ കാർഡ് ആൻഡ് ഏസ് ഓഫ് ഫോൺസ് ആണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും പുതിയ തുടക്കമാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസമാണ്. നിങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒട്ടും റെഡിയല്ല, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഐ എം റെഡി. നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയോട് പറയുക തന്നെയാണ്, ഐ എം റെഡി ഫോർ ദിസ് ന്യൂ ലൈഫ്. ആ ഒരു പ്രപഞ്ചശക്തിയോട് നിങ്ങൾ സംസാരിക്കുകയാണ്. ഇതാണ് ജീവിതത്തിൽ ഞാൻ റെഡിയാണ്, ഇനി പുതിയൊരു ജീവിതം, പുതിയൊരു വണ്ടർഫുൾ ഹാപ്പി ലൈഫിലേക്ക്, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ ഞാൻ വളരെയധികം പ്രിപ്പയർഡാണ്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്.
വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷനാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എല്ലാത്തിനും വളരെ ക്യൂരിയസ് ആയിരിക്കും. വീട്ടമ്മമാരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴികളിലൂടെ സന്തോഷം കണ്ട് നിങ്ങൾക്ക് ഉള്ള താല്പര്യങ്ങൾ എന്താണെന്നുള്ളത്, കാരണം എല്ലാവരും ചിന്തിക്കുന്ന പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും അവരവരുടെ ജീവിതത്തിലുള്ള സ്ഥിരമായിട്ടുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും എന്ന് പറയും. ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതായത് നമ്മൾ ഇതിപ്പോൾ എന്നും ഉള്ളതാണല്ലോ, പ്രത്യേകിച്ച് അതിന് പ്രാധാന്യമൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. നമ്മൾ പറയുമല്ലോ കണ്ണുള്ളപ്പോഴാണ് കണ്ണിൻ്റെ വില അറിയാമെന്ന്. അപ്പം അതേപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും നിങ്ങൾ തൃപ്തരാകുകയാണ്, സന്തോഷം കണ്ടെത്തുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഉണ്ടായിരുന്നത്, നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാതിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സുലഭ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു മാസം ഈ ഒരു മാസമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.